മണ്ണിൽ പുതഞ്ഞവരെ തേടി ദൗത്യസംഘം ഇറങ്ങുകയാണ്. വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ആ തെരച്ചിൽ പുനരാരംഭിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. മുണ്ടക്കയിൽ ഒരുപാട് ഇപ്പോൾ ഈ സമയത്ത് രാവിലെ അവിടെ തിരച്ചിൽ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും 4-5 മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ നിന്ന് മാത്രം കണ്ടെടുത്തു. ആ റിസോർട്ടിൽ ആ ട്രീവാല റിസോർട്ടിൽ ബാക്കിയുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കുമ്പോൾ അതിൽ 2 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മരണസംഖ്യ രാവിലെ തന്നെ മുണ്ടക്കയിലേക്ക് ദൗത്യസംഘം ജസ്റ്റ് കടക്കുന്ന മേഖല ആ സമയത്ത് തന്നെ ഒരുപാട് സങ്കടക്കാഴ്ചകൾ കാണും. ഇതിപ്പോൾ അട്ടമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അട്ടമലയിൽ നിന്നുള്ള കൂടുതൽ ആളുകളെ ഈ പാലം വഴി അപ്പുറത്തേക്ക് എത്തിക്കുകയാണ്. അട്ടമലയിൽ 100ഓളം ആളുകൾ ഇതിനോടകം പുറത്തേക്ക് എത്തിച്ചു. അട്ടമലയിൽ നമ്മൾ കരുതിയതുപോലെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അട്ടമലയും മുണ്ടക്കയുമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുക്കൾ. അതിൽ അട്ടമലയിൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ, പരമാവധി വീടുകളിൽ തിരഞ്ഞു നോക്കാൻ, പ്രാണന്റെ ബാക്കിയുണ്ടോ എന്ന് നോക്കാനുള്ള തീവ്ര ശ്രമങ്ങളിൽ എത്ര അഭിനന്ദിച്ചാലും അല്ലെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത അങ്ങേയറ്റം മോശകരമായ ടെറൈനിൽ രക്ഷാസംഘം രക്ഷാദൗത്യം നടത്തുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ വീടുകളിൽ ജീവൻ്റെ ബാക്കിയുണ്ടോ എന്നുള്ളതാണ് അവരുടെ പ്രധാന പരിശോധന. പക്ഷേ ദൗർഭാഗ്യവശാൽ പലതും കാണാൻ കഴിയുന്നത് അവിടെ ചേതനയേറ്റ ശരീരങ്ങൾ മാത്രമാണ് ആ വീടുകളിൽ കാണാൻ കഴിയുന്നത്. ഒരു വീട്ടിൽ ഇരിക്കുന്ന നിലയിൽ 3 പേരുണ്ട് എന്നൊരു രക്ഷാ പ്രവർത്തകൻ ശ്രീകാന്തിനോട് നേരത്തെ പറഞ്ഞ് നമ്മൾ കേട്ടു. വേറൊരു വീട്ടിലടക്കം ആളുകളുണ്ടെന്ന് സംശയിക്കുന്നു. മറ്റൊരു വീട്ടിൽ നിന്ന് സ്മെല്ല് വന്ന കാര്യം ഒരു രക്ഷാപ്രവർത്തകൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമുക്ക് ഇനി ഒരിക്കലും ഉണ്ടാവരുത്, നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന, ഒരിക്കലും കാണാൻ ഇടവരുതേ എന്ന് കരുതി പോകുന്നത്. ഇത് മറ്റു വാർത്തകൾ പോലെയല്ല. നമുക്ക് മറ്റു വാർത്തകൾ വിശദീകരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. പക്ഷേ ഈ വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാത്ത പ്രശ്നമുണ്ടാകുന്നു. ഈ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാഴ്ചകളാണ്. നമുക്ക് അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന കാഴ്ചകൾ, വേദന ഉണ്ടാക്കുന്ന കാഴ്ചകൾ. മുണ്ടക്കയിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഭീമമായ ഉരുൾ പൊട്ടിയിറങ്ങി, മാരക പ്രഹരശേഷിയിൽ താഴെ കുരുണ്ടിറങ്ങി, ഒരു മേഖല ഒന്നാകെ, ഒരു ഗ്രാമം ഒന്നാകെ ഇല്ലാതാക്കി, അതിൻ്റെ വഴിത്താരകൾ നശിപ്പിച്ച് പോയ വഴികൾ ആകാശ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. ആ പോയ വഴികളിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കിക്കൊണ്ടാണ് ആ ഉരുൾ പോയത്. ഇപ്പോൾ 157ലേക്ക് ആ മരണസംഖ്യ ഉയരുന്നു. 186 പേർ ചികിത്സയിലാണ്. പലരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഒരുപാട് പേരെ കാണാനില്ല. 98 സർക്കാർ കണക്കുകൾ പ്രകാരം 98 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതൊന്നും അല്ല, അതിന് മുകളിലേക്ക് കാണാനില്ലാത്തവരുണ്ട്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളുകൾ, നമ്മുടെ ചാനൽ നമ്പറിലേക്ക് വരുന്ന ഒരുപാട് കോളുകൾ, അവരുടെ ചിത്രം അയച്ച് തന്ന് അവരുടെ വേണ്ടപ്പെട്ടവരെ എവിടെയെങ്കിലും കാണുക, അറിയിക്കണേ എന്നുള്ള ഹതാശമായ നിലവിളികൾ, നിസ്സഹായമായ നിലവിളികൾ നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് പേരെ കാണാനുണ്ട്, ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഉറപ്പായും ചെയ്തിരിക്കുമെന്ന് പറയുമ്പോൾ പോലും അങ്ങേയറ്റം ഹതാശമായ വിലാപമായ അപേക്ഷിക്കലുകൾ നമ്മൾ കേൾക്കുകയാണ് ഈ ദിവസങ്ങൾ. ഇത് താങ്ങാവതല്ല. ഒരു മനുഷ്യർ ഇത് താങ്ങാവതല്ല. ഈ കാഴ്ചകൾ, മൃതദേഹങ്ങളുടെ കാഴ്ചകൾ, മൃതദേഹം ഒരു കയറിൽ കെട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ, അവിടെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ മൊബൈൽ മോർച്ചറി കാഴ്ചകളൊക്കെ നമുക്ക് താങ്ങാവതല്ല. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ കാണുന്നത് നമുക്ക് താങ്ങാവതല്ല. ചെറിയ കുട്ടികളുടെ 13-14 വയസ്സ് മാത്രം പ്രായമുള്ള, ജീവിതം ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ചെറിയ കുട്ടികളുടെയൊക്കെ മൃതദേഹങ്ങൾ നമ്മൾ കാണുകയാണ്. കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണുകയാണ്. അവിടെ ചാലിയാർ പുഴയോരത്ത് ഇന്ന് രാവിലെയും അവിടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുന്നു. ചാലിയാർ പുഴ അവിടുന്ന് ഈ ഉരുൾപൊട്ടി അവസാനിച്ചതെന്ന് പറഞ്ഞാൽ ആ പോത്തുകല്ല് മേഖലയിലൂടെ ഇങ്ങനെ ആ ഉരുളിൻ്റെ വെള്ളം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആയി വന്ന് അവസാനിക്കുന്ന ചാലിയാർ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ആ ഉരുൾ പൊട്ടിയ ഭീമൻ പാറക്കല്ലുകളൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഉരുൾ കൊണ്ടുപോയ ജീവനുകൾ ഒരുപാടാണ്. ഇന്നും ചാലിയാറിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയാണ്. ആ മൃതദേഹങ്ങൾ പലതും ഡിസ്ഫിഗേർഡ് ആണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചിഹ്നഭിന്നമാണ്. ഇത് പാറക്കല്ലുകളുടെ കൂട്ടത്തിലൊക്കെ സഞ്ചരിച്ച് വന്ന മൃതദേഹങ്ങളാണ്. അങ്ങേയറ്റം ചിഹ്നഭിന്നമായി കയ്യും കാലും വേർപെട്ട രീതിയിലൊക്കെയുള്ള മൃതദേഹങ്ങൾ അവിടെ കാണുകയാണ്. നിലമ്പൂർ ഇതിനോടകം 40 മൃതദേഹങ്ങൾ മൊത്തമാവുന്നു എന്ന് പറഞ്ഞാൽ മേപ്പാടി MCHലായിരുന്നു കൂടുതൽ മൃതദേഹങ്ങളെങ്കിൽ ഇപ്പോൾ നിലമ്പൂരും സമാനമായ രീതിയിൽ ആ ഡെത്തോൾ അവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. സുർജിത്ത്, നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യലത്ര എളുപ്പമല്ല. കാര്യം നമ്മൾ കാണുന്നത് മൃതദേഹങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു മൃതദേഹങ്ങളല്ല, 2 അല്ല, കുറേ അധികം മൃതദേഹങ്ങൾ നമ്മൾ കാണുകയാണ്. പിന്നെ നമുക്കത് പുറം ലോകത്തോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങേയറ്റം മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചകളല്ലേ ഈ ദിവസങ്ങളിലെ മുണ്ടക്കൈയുടെ വയനാടിൻ്റെ കാഴ്ച സുർജിത്ത്?
തീർച്ചയായും ഹാഷ്മി, ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഈ ഉരുൾപൊട്ടൽ ഉള്ളതിൻ്റെ തലേ ദിവസം ഈ മേഖലയിൽ പോയ ആളാണ്. അവിടെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുൾപ്പെടെയുള്ള അതിനൊരു ചിത്രം എനിക്കിപ്പോൾ തന്നെ വ്യക്തതയുണ്ട്. ഒരുപക്ഷെ ഞാനുമായി സംസാരിച്ച അന്ന് ബൈറ്റിൽ എല്ലാം തന്നെ നമ്മളോട് ആ മേഖലയുടെ വിഷയങ്ങളെല്ലാം പങ്കുവെച്ച കുറേ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ. അവർ അന്ന് സംസാരിച്ച ആളുകളെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവുമില്ല. ആ മേഖല മൊത്തം ഈ ഉരുൾപൊട്ടലിൽ മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മുണ്ടക്കൈക്ക് ആ പുഴ ഒഴുകുന്നതിന് സമീപത്തുള്ള ആളുകളാണ് സംസാരിച്ചിരുന്നത്. ഉരുൾപൊട്ടലിൻ്റെ തൊട്ട് താഴെ കഴിഞ്ഞിരുന്ന ആളുകൾ, നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ്, അവിടെ കഴിഞ്ഞിരുന്ന ആളുകളാണ് നമ്മളോട് സംസാരിച്ചിരുന്നത്. അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയുകയില്ല. ഇങ്ങനെ മൃതദേഹങ്ങൾ എത്തുമ്പോൾ ഓർത്തു പോകുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ്. കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹമാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അത് നേരെ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ 2 മൃതദേഹങ്ങൾ അവിടെയുണ്ട്. ആ 2 മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ 3 മൃതദേഹങ്ങളാണ് മൊത്തം ഇപ്പുറത്തേക്ക് കടത്തുന്നത്. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ കണ്ടെടുക്കുന്നു. ഇതിനിടയിൽ നമ്മൾ നേരത്തെ മേപ്പാടി മേഖലയിൽ വാർത്ത ചെയ്തിരുന്നൊരു ആനശല്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ വീട്ടിലുള്ള പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛനും കാണാനില്ല എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസമായി അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ചാലിയാറിലാണ് അവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അവർ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ മരിച്ചു പോകുന്ന ഒരു വല്ലാത്തൊരു ദുരന്ത കാഴ്ച അതാണിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ തിരച്ചിൽ സജീവമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ലഭിക്കുന്ന മൃതദേഹങ്ങൾ മാത്രമാണ്. മണ്ണിനടിയിൽ കുടുങ്ങിയും പാറയിടുക്കിൽപ്പെട്ടും വീട് തകർന്ന് മുകളിലേക്ക് വീണും കെട്ടിടങ്ങൾ മറിഞ്ഞു വീണും ഒക്കെ തന്നെ വല്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചയാണ് ഈ മേഖലയിൽ നിന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മുണ്ടക്കയിൽ സജീവമാകുന്നു തിരച്ചിൽ. ഒറ്റപ്പെട്ട പല മേഖലയുമുണ്ട്. ആ ഒറ്റപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഈ തേയിലത്തോട്ടത്തെയും ഏലത്തോട്ടത്തെയും എല്ലാം ചീന്തി എറിഞ്ഞാണ് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു തോടിൻ്റെ വലിപ്പമുള്ള പുഴ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഭാരതപ്പുഴ കണക്കെ അത്രയും വീതി വരുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ മേഖല തന്നെ കാണുന്നത്. അങ്ങനെ ഒഴുകിയിരിക്കുന്നു ഈ ചൂരൽമല പുഴ എന്നുള്ളതാണ് പറയാനുള്ളത്. അട്ടമല മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിലേക്ക് അടക്കം ഈ സൈനിക സംവിധാനവും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തക സംവിധാനവും സംസ്ഥാന സർക്കാർ ഇടപെടലും എല്ലാം തന്നെ സാധ്യമാകുന്നുണ്ട്. ആ മേഖലയിലെല്ലാം തന്നെ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന ദൃശ്യങ്ങൾ ഇതിനിടയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഷ്മി, ചൂരൽമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ രാഘവൻ ചേരുന്നുണ്ട്. ശ്രീ രാഘവൻ, നമ്മൾ ഈ മുണ്ടക്കയിലോട്ട് കടക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ദുരന്തത്തിൻ്റെ വല്ലാത്ത വ്യാപ്തി അറിയുന്നത്. അവിടെ ഒരുപാട് വീടുകളിൽ ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. രാഘവൻ, അത് ദൗർഭാഗ്യവശാൽ ജീവനോടെയാണോ എന്ന് അറിയുകയുമില്ല. എനിക്ക് മനസ്സിലായില്ല. അല്ല ചേട്ടാ, നമ്മുടെ ഈ മുണ്ടക്കൈ മേഖലയിലോട്ട് രക്ഷാപ്രവർത്തനം ചെയ്യുകയാണ്. അവിടെ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ തന്നെ ഒരു 4-5 മൃതദേഹം മുണ്ടക്കയിൽ നിന്ന് മാത്രം ഉണ്ട്. വലിയ നമ്മുടെ ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ വ്യാപ്തി ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കയിലും അതുപോലെ തന്നെ നമ്മുടെ ചൂരൽമല സ്കൂൾ തുടങ്ങുന്ന പ്രദേശം മുതൽ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പുഴയുടെ മറുകരയിൽ ഉള്ള ആളുകൾക്കാണ് വലിയ തോതിലുള്ള ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇനി അവിടെ ജീവനോടെയൊക്കെ പ്രാണന്റെ ബാക്കി ഉണ്ടാവാൻ ഇടയുണ്ടോ രാമൻ ചേട്ടാ? കുറച്ച് പേരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. എന്തായാലും തെരച്ചിൽ വളരെ ഊർജിതാണ്. ഇന്നലെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ വളരെ വളരെ എന്താ പറയാ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ പ്രദേശത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഈ അവിടെ ഈ ചൂരൽ ഈ മുണ്ടക്കൈയിൽ റിസോർട്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ടിൽ നിന്നും 1-2 മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന അവിടെ ആളുകളുടെ ബാക്കി ആളുകളുടെ അവസ്ഥ അറിയാവോ ചേട്ടന്? ഈ ഒരു റിസോർട്ടില് ഈ അഭയം കിട്ടി കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ റിസോർട്ടിലേക്ക് അഭയം തേടി പോയ ആളുകളിലെല്ലാം കുറച്ച് ആളുകൾ ഇന്നലെ നല്ല ആരോഗ്യപരമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ
സ്വന്തം പ്രവൃത്തി കണ്ട് കുറെ ആളുകളെ ബോഡി കണ്ടെടുത്ത് ഓരോ പ്രദേശത്തും മാറ്റി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് റിസോർട്ടുകളിൽ താമസക്കാര് ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും താമസക്കാരെ എടുക്കരുത്, തൊഴിലാളികളെല്ലാം തന്നെ തിരിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം എന്ന് മുന്നേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ, ഞാനടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ പ്രദേശം സന്ദർശിച്ച് അവർക്ക് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവരെ മാറി താമസിക്കാനും എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞങ്ങൾ അന്ന് വൈകിട്ട് തിരിച്ചത്. ഇപ്പോൾ താങ്കൾ ക്ഷമിക്കണം, ഞാൻ ഒരു ദൃശ്യത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ആശുപത്രിയിലെത്തി പരിക്കേറ്റ ആൾക്കാരെ കാണുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. ഒന്നും ബാക്കിയാക്കാതെ ഒരു ഉരുൾപൊട്ടൽ കടന്നുപോയിരിക്കുന്നെന്ന് വേണം കരുതാൻ. ആകാശം മേഘാവൃതമാണ്. ഇപ്പോൾ മൂടിക്കെട്ടിയ ആകാശത്തിന് കീഴേ കടുത്ത മഴ പെയ്യുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ മറ്റ് ചില ആളുകൾ. അതേസമയം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് വയനാട് ചുരം കയറി ആരും വരേണ്ട എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ചിട്ട് ചില ആളുകൾ വാട്സപ്പിലേക്കൊക്കെ സന്ദേശങ്ങൾ ഇടുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും സ്വീകരിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാൻ വയനാട്ടിൽ ആളില്ല. അതുകൊണ്ട് വളരെ ദൂരങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ഏറ്റവും കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന ദിവസമാണെന്ന് നമുക്കറിയുന്നത് പോലെ മരണസംഖ്യ ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട്. മണ്ണിനടിയിൽ അമർന്നു കിടന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലാണിപ്പോൾ സുരക്ഷാ സേനയുടെ തിരക്ക്. ദൗത്യ രക്ഷാസേനകൾ ഇപ്പോൾ വളരെ സജീവമായി മുണ്ടകയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തന്നെ തെരച്ചിൽ നടത്തുകയാണ്. തകർന്നടിഞ്ഞ വീടുകൾക്കടിയിൽ മൃതദേഹങ്ങൾ കിടപ്പുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു. മാത്രവുമല്ല, പല പ്രദേശങ്ങളിലും ഇന്നലെ സുരക്ഷാ സേനയ്ക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൗത്യസേന ഇന്ന് അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷേ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നമ്മൾ കാണുന്നത്. വയനാടിൻ്റെ ആകാശത്തിന് കീഴിൽ ഒരുപാട് ദുരിതങ്ങൾ പെയ്തിറങ്ങുകയായിരുന്നു. ഈ ഉരുൾപൊട്ടൽ വഴി ഒരുപാട് മനുഷ്യർ ഓർക്കാപ്പുറത്ത് അപ്രത്യക്ഷമായ കാഴ്ച. ഇപ്പോൾ ബന്ധുജനങ്ങളെ അന്വേഷിച്ച് ആശുപത്രികളിൽ നടക്കുന്ന ആളുകൾ വയനാട്ടിൽ ഇപ്പോൾ ഒരുപാടുണ്ട് എന്നുള്ള വാർത്തയാണ്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി അറിയിക്കുകയാണ്. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വീട് കയറി ആക്രമിച്ച് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഇറാൻ വാർത്താ ഏജൻസിയാണ് ഈ കാര്യം അറിയിച്ചത്. കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി സുരക്ഷയ്ക്കുണ്ടായിരുന്നു എന്നുകൂടി അറിയുക.